എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ദി ഓപ്പൺ മൈക്കിൽ ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് AI, നമ്മുടെ തൊഴിൽ മേഖലയെ എങ്ങനെയാണ് സ്വാധീനിക്കാൻ പോകുന്നത്, പ്രത്യേകിച്ച് ടെക്നോളജി രംഗത്ത്. നമ്മുടെ കയ്യിൽ IT-യെ കീഴടക്കുന്ന AI എന്ന രീതിയിൽ വന്ന ചില റിപ്പോർട്ടുകളുണ്ട്. ബ്ലൂംബെർഗ്, ദി ഇൻഫർമേഷൻ പോലുള്ളവയിൽ വന്നവ. അതെ, പ്രധാനമായും മൈക്രോസോഫ്റ്റിൽ നടന്ന ചില കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. നമുക്ക് അതൊന്ന് വിശദമായി നോക്കാം, അല്ലേ? എന്താണ് ഈ റിപ്പോർട്ടുകൾ പറയുന്നത്? ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാനുള്ളത്? തീർച്ചയായും തുടങ്ങാം. അപ്പോ ഈ റിപ്പോർട്ടുകൾ പ്രകാരം മൈക്രോസോഫ്റ്റ് ഏകദേശം 6000 ജീവനക്കാരെ അടുത്തിടെ പിരിച്ചുവിട്ടു. അതെ, 6000 പേര്. അതില് ഏകദേശം 40% സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ ആയിരുന്നു എന്നും പറയുന്നു. അതെ, അതാണ് ശ്രദ്ധേയം. ഈ എഞ്ചിനീയർമാരോട് തന്നെ AI ടൂളുകൾ ഉപയോഗിച്ച് കോഡ് ചെയ്യാൻ കമ്പനി ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. കൃത്യമാണ്. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. റിപ്പോർട്ടുകൾ പറയുന്നത് ഓപ്പൺ AI-യുടെ ടെക്നോളജി ഉപയോഗിക്കുന്ന ചാറ്റ് ബോട്ടുകളുണ്ടല്ലോ, അവ ഉപയോഗിച്ച് അവരുടെ കോഡിന്റെ ഏതാണ്ട് ഒരു 50% വരെ ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടു എന്നാണ്. 50%? അത്രയും? അതെ, അത്രയും. ഈ വലിയ ഭാഷാ മോഡലുകൾക്ക്, ഈ LLM-കൾക്ക് കോഡിലെ പാറ്റേണുകൾ പെട്ടെന്ന് പഠിക്കാനും പുതിയ കോഡ് നിർദ്ദേശിക്കാനും ഒക്കെ പറ്റൂലോ. ശരിയാണ്. അപ്പോൾ ആ ഒരു കഴിവ് ഉപയോഗിക്കാനാണ് ആവശ്യപ്പെട്ടത്. പക്ഷെ പിന്നീട് സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ, ഈ AI സിസ്റ്റംസ് ഏതാണ്ട് മനുഷ്യരുടെ ആ നിലവാരത്തിലേക്ക് അടുത്തു, അതിന്റെ പ്രകടനം മെച്ചപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ചെലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ എഞ്ചിനീയർമാർക്ക് പകരം AI-യെ കൂടുതലായി ആശ്രയിക്കാൻ മൈക്രോസോഫ്റ്റ് തീരുമാനിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ 50% കോഡ് AI ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി, ഗുണനിലവാരം, അത് മനുഷ്യൻ എഴുതുന്ന അത്രയും ഉണ്ടായിരുന്നോ? അതോ ചെലവ് ചുരുക്കാൻ വേണ്ടി ഇത് മതിയെന്ന് വെച്ചതായിരിക്കുമോ? റിപ്പോർട്ടുകളിൽ അതിനെപ്പറ്റി പറയുന്നുണ്ടോ? അതിന്റെ ക്വാളിറ്റിയുടെ ആഴത്തിലേക്ക് റിപ്പോർട്ടുകൾ പോകുന്നില്ല. പക്ഷെ സൂചിപ്പിക്കുന്നത് AI-യുടെ പ്രകടനം മതിയായതായിരുന്നു എന്നാണ്, സഫിഷ്യന്റ് ആയിരുന്നു. പ്രത്യേകിച്ച് ചെലവ് ചുരുക്കൽ ഒരു പ്രധാന ലക്ഷ്യമായതുകൊണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്താന്ന് വെച്ചാൽ, AI-യെ ആദ്യം ഒരു അസിസ്റ്റന്റ്, ഒരു സഹായി എന്ന നിലയിൽ കണ്ടിട്ട് വളരെ പെട്ടെന്നാണ് അതിനൊരു പകരക്കാരൻ എന്ന നിലയിലേക്ക് മാറ്റാൻ കമ്പനി തയ്യാറായത്. അതെ, ഇത് നമ്മളൊക്കെ വിചാരിച്ചതിലും അല്ലെങ്കിൽ പലരും പ്രതീക്ഷിച്ചതിലും വളരെ വേഗത്തിലുള്ള ഒരു മാറ്റമാണ്. ഇത് കേൾക്കുമ്പോൾ ആരായാലും ഒന്ന് ചിന്തിക്കും, സ്വന്തം ജോലിക്ക് എത്രത്തോളം സുരക്ഷയുണ്ട് എന്നൊക്കെ. തീർച്ചയായും. ശരി, അപ്പം മൈക്രോസോഫ്റ്റിന്റെ കാര്യം ഇതാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ഇത് അവിടെ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല എന്നും സൂചനയുണ്ടല്ലോ. അതെ. മറ്റു മേഖലകളിലേക്കും ഇത് വരുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായും ഉണ്ട്. ഇപ്പോ ഗൂഗിളിന്റെ കാര്യം തന്നെ എടുക്കാം. അവരുടെ I/O 2025 കോൺഫറൻസിൽ അവരൊരു പുതിയ AI മോഡൽ അവതരിപ്പിച്ചു, വിയോ എന്ന പേര്. വിയോ അതെന്താണ് ചെയ്യുന്നത്? അത് നമ്മൾ ടെക്സ്റ്റായിട്ട് നിർദ്ദേശം കൊടുത്താൽ മതി, എഴുതി കൊടുത്താൽ മതി. അതനുസരിച്ച് ശബ്ദത്തോടുകൂടിയ വീഡിയോകൾ ഉണ്ടാക്കാൻ അതിനു പറ്റും. വീഡിയോകൾ ഉണ്ടാക്കാനോ? ടെക്സ്റ്റ് വെച്ചിട്ട്? അതെ, ഓഡിയോടുകൂടി തന്നെ. ഇത് ശരിക്കും ക്രിയേറ്റീവ് ഫീൽഡിലുള്ളവർക്ക്, അവർക്കിതൊരു വലിയ മാറ്റത്തിന്റെ സൂചനയാണ് നൽകുന്നത്. അതെങ്ങനെയാണ് അവരെ ബാധിക്കുക? ഈ അഡോബി പോലുള്ള കമ്പനികളിലെ ജീവനക്കാർക്കൊക്കെ അവർക്കും ഇതൊരു ഭീഷണിയാണോ? സാധ്യതയുണ്ട്. കാരണം ഗൂഗിളിന്റെ വിയോ പോലുള്ള മോഡലുകൾ വീഡിയോ ഉണ്ടാക്കുന്നത് ഇത്ര എളുപ്പമാക്കുമ്പോൾ ഇപ്പോൾ നിലവിൽ വീഡിയോ എഡിറ്റിംഗ്, മോഷൻ ഗ്രാഫിക്സ്, വിഷ്വൽ എഫക്ട്സ് ഒക്കെ ചെയ്യുന്ന ആളുകളുടെ ആവശ്യം കുറയാൻ സാധ്യതയുണ്ട്. ശരിയാണ്. ഒരു ടെക്സ്റ്റ് കൊടുത്താൽ കുറച്ചു മിനിറ്റുകൾക്കുള്ളിൽ ഒരു പ്രൊമോഷണൽ വീഡിയോയോ അല്ലെങ്കിൽ ഒരു ചെറിയ സിനിമയോ ഒക്കെ AI-ക്ക് ഉണ്ടാക്കാൻ പറ്റിയാൽ സ്വാഭാവികമായും ആ ജോലി ചെയ്യുന്ന മനുഷ്യരുടെ എണ്ണം കുറയ്ക്കാൻ ചിലപ്പോൾ കമ്പനികൾ നോക്കിയേക്കാം. അഡോബി പോലുള്ള കമ്പനികൾ അവർ സ്വന്തമായിട്ട് AI ടൂളുകൾ ഉണ്ടാക്കുന്നുണ്ട്. എന്നാലും അവരുടെ പ്രധാന ഉപഭോക്താക്കൾ ഈ ക്രിയേറ്റീവ് പ്രൊഫഷണൽസ് ആണല്ലോ. അവർക്ക് ഈ മാറ്റം തീർച്ചയായും ഒരു വെല്ലുവിളിയാണ്. അപ്പോൾ ഈ മൈക്രോസോഫ്റ്റിലെ സംഭവം, ഗൂഗിളിന്റെ വിയോ, ഇതെല്ലാം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഒരു വലിയ ചോദ്യത്തിലേക്കാണ്. AI കാരണം ജോലി പോകുമോ എന്നുള്ള പേടി കുറെ നാളായിട്ടുണ്ട്. ഉണ്ട്. പക്ഷെ പലരും അതൊരു വിദൂര ഭാവിയിലെ സാധ്യതയായാണ് കണ്ടിരുന്നത്. എന്നാൽ മൈക്രോസോഫ്റ്റ് പോലൊരു വലിയ കമ്പനി ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഭീഷണി നമ്മൾ വിചാരിച്ചതിലും അടുത്താണോ? അതൊരു യാഥാർത്ഥ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണോ? അതെ, മുൻപ് പല വിദഗ്ധരും പറഞ്ഞിരുന്നത് AI പുതിയ ജോലികൾ ഉണ്ടാക്കും, നിലവിലുള്ളവയെ സഹായിക്കും എന്നൊക്കെയാണ്. അത് ഒരു പരിധിവരെ ശരിയുമാണ്. പക്ഷേ മൈക്രോസോഫ്റ്റിന്റെ ഈ അനുഭവം കാണിക്കുന്നത് ചില ജോലികൾ,
പ്രത്യേകിച്ചും ഇങ്ങനെ എളുപ്പത്തിൽ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്ന ജോലികൾ അത് ഇല്ലാതാകാൻ നല്ല സാധ്യതയുണ്ട് എന്നാണ്. ബിസിനസ്സുകൾക്ക് അവരുടെ കാര്യക്ഷമത കൂട്ടാനും അതുപോലെ ചെലവ് കുറയ്ക്കാനും AI ഒരു എളുപ്പവഴിയായി മാറുമ്പോൾ തീർച്ചയായും ഈ പ്രവണത കൂടും. അപ്പോൾ ഇത് നമ്മളെയെല്ലാം ഒരു പ്രധാന ചിന്തയിലേക്ക് നയിക്കുന്നുണ്ട്. അതായത് ഈ ടെക്നോളജിയുമായി പൊരുത്തപ്പെട്ട് അതിനോടൊപ്പം ജീവിക്കുക എന്നതല്ലാതെ വേറെ വഴിയില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ? അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാല് ഈ റിപ്പോർട്ടുകളും സംഭവങ്ങളും തരുന്നൊരു സൂചന എന്താണെന്ന് വെച്ചാൽ AI കാരണം ജോലി നഷ്ടപ്പെടുന്നത് വെറുമൊരു കഥയല്ല, അല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ പിന്നെ ഈ സാങ്കേതിക വിദ്യയെ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല, അതിനെ മനസ്സിലാക്കി അതിനൊപ്പം പ്രവർത്തിക്കാൻ പഠിക്കുക എന്നാണ് പ്രധാനം, അല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതാണ്. ഈ മാറ്റങ്ങളെ എങ്ങനെ നേരിടാം എന്നുള്ളതാണ് ഇനി പ്രധാനം. പുതിയ സ്കിൽസ് പഠിക്കുക, ഈ AI ടൂളുകളെ എങ്ങനെ നമുക്ക് ഉപകാരപ്രദമായി ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കുക, പിന്നെ ഈ മാറിക്കൊണ്ടിരിക്കുന്ന തൊഴിൽ വിപണിക്കനുസരിച്ച് നമ്മൾ സ്വയം അപ്ഡേറ്റ് ചെയ്യുക. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായി മാറും. കമ്പനികൾക്കും ഉത്തരവാദിത്വമുണ്ടല്ലേ? തീർച്ചയായും. കമ്പനികളും അവരുടെ ജീവനക്കാരെ ഈ പുതിയ ടെക്നോളജികൾ പഠിപ്പിക്കാനും അതിനെ തയ്യാറെടുപ്പിക്കാനും മുൻകൈ എടുക്കേണ്ടി വരും. അപ്പോ ഈ ചർച്ചയിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് AI നമ്മുടെ എല്ലാം തൊഴിൽ ജീവിതത്തെ വളരെ കാര്യമായി തന്നെ സ്വാധീനിക്കാൻ പോകുകയാണ് എന്നുള്ളതാണ്. ഈ റിപ്പോർട്ടുകളൊക്കെ ചില സൂചനകൾ മാത്രമായിരിക്കാം, പക്ഷെ ചിത്രം വ്യക്തമാണ്. അതെ, ചിത്രം വ്യക്തമാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഇതിനെ എങ്ങനെ ക്രിയാത്മകമായി നേരിടാൻ പറ്റും? ഇതൊരു തുടക്കം മാത്രമാണ് ശരിക്കും. നിങ്ങൾ ഓരോരുത്തരും, നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ മാറ്റങ്ങൾ വരുമ്പോൾ അതിനോട് വെറുതെ പ്രതികരിച്ചിരിക്കുന്നതിന് പകരം വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും എങ്ങനെ ഇതിനെ പുതിയ അവസരങ്ങളാക്കി മാറ്റാൻ പറ്റും? ശരിയാണ്. ഭാവിയിൽ ഏറ്റവും ഡിമാൻഡ് ഉണ്ടാകാൻ പോകുന്ന തൊഴിൽ വൈദഗ്ധ്യങ്ങൾ എന്തൊക്കെയായിരിക്കും? നിങ്ങളുടെ ഇപ്പോഴത്തെ കഴിവുകൾ ഈ AI-യുടെ കാലത്ത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? അല്ലെങ്കിൽ അതിലെന്തു മാറ്റങ്ങൾ വരുത്തണം? നല്ല ചോദ്യങ്ങളാണ്. നിങ്ങളുടെ ചിന്തകളും അല്ലെങ്കിൽ ഇതുപോലുള്ള അനുഭവങ്ങളും ഞങ്ങളുമായി പങ്കുവെക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ theopenmicpodcasts@gmail.com എന്ന വിലാസത്തിൽ ഇമെയിൽ ചെയ്യാവുന്നതാണ്. തീർച്ചയായും. അപ്പോൾ ഇന്നത്തെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.